ഗണ്ഡി കുടുംബം ഈ രാജ്യത്തോട് ചെയ്ത ചതി എന്താണ് എന്ന് എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പഠിച്ചോൻ പിന്നെ പണി തരാതിരിക്കുവോ? കാരണം പഠിച്ചോനെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നമുക്കൊരു പനി തന്നിട്ടെങ്കിലും നമ്മളെ ഒന്ന് നിശബ്ദമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പഠിച്ചവൻ എല്ലാത്തിനും പോന്നവനാണെന്നും സർവശക്തനാണെന്നും ഒക്കെ നമ്മളെങ്ങനെയാ വിശ്വസിക്കുക? അപ്പൊ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ചെയ്യും. അത് നരേന്ദ്രമോദി ചെയ്തോളും. ജോയി ക്രിയേഷൻസ്, അതായത് ഈ രാജ്യത്തെ ദ്രോഹിക്കുന്നത് ആരായിരുന്നാലും ശരി, നരേന്ദ്രമോദി വെറുതെ വിടില്ല. ഇന്നലെ അതാണ് നമ്മുടെ ട്രംപ് പറഞ്ഞത്. അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി എന്ന്. സംശയമൊന്നുമില്ല, ഏതാണ്ടത് അങ്ങനെ തന്നെയാണ്. വേട്ടക്കാരെ സ്വീകരിക്കുന്ന നയം സ്വീകരിക്കുന്ന എല്ലാവരും അനുഭവിക്കാതെ പോകത്തില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയാണല്ലോ അതൊക്കെ. എല്ലാവരും അതെ, നമ്മുടെ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാനെ ജയ് വിളിക്കുന്ന ഈ തീവ്രവാദികളെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ല, കുറച്ച് സമയമെടുക്കും. അത് ആരിഫ് കണ്ടില്ല. നമ്മുടെ രാജ്യമാണ് നമുക്കല്ല. അതിനൊക്കെ നമുക്കിപ്പോ ശശി തരൂരിന്റെ ആശയം പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാ വിളിച്ചത്. തീർച്ചയായിട്ടും അത് അദ്ദേഹം ഏറ്റെടുത്തു, അതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോ 58 ആളുകൾ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം, അതിന്റെ സൂത്രധാരൻ ആരാ? എസ്.എ. ഭാഷ. അയാളുടെ മരണത്തില് ഹൃദയം നൊന്ത് വിലപിക്കുന്ന, അയാളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് അയ്യോ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് അള്ളാഹുവിനോട് അയാൾക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ഒരു വിഭാഗം രാജ്യദ്രോഹികളാകുന്ന മുസ്ലിങ്ങളുടെ ഈ രീതി എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുന്നത്, നമുക്ക് നൽകുന്നത്? ഈ മത നേതാക്കൾ നമ്മളോട് പറഞ്ഞു തരണം. നമ്മുടെ രാജ്യത്ത് ഇത്ര വലിയ രൂപത്തിൽ ക്ഷതമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ഭീകരവാദികളെ, രാജ്യവിരുദ്ധരെ വലിയ തോതിൽ വെച്ച് കൊണ്ടാടുന്ന, അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും ഇവരുടെ ബുദ്ധിമുട്ടായി തോന്നുന്ന, മുസ്ലിം സമുദായത്തിന്റെ വേദനയായി തോന്നുന്ന ഇവർ ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഇവര് തന്നെ മുസ്ലിം സമുദായത്തോട് പറയണം. മുസ്ലിം സമുദായം ഇവരെ കൊണ്ടത് പറയിപ്പിക്കണം, അല്ലെ? തീവ്രവാദികളോടുള്ള ഒരു വിഭാഗം മുസ്ലിം മതവിശ്വാസികളുടെ അനുകമ്പ, ദയ, അവരുടെ തീവ്രവാദത്തോടുള്ള ഐക്യദാർഢ്യം, അവരോടുള്ള മൃദു സമീപനം, ഇതൊക്കെ കാണുമ്പോൾ ഒരു സമുദായം മുഴുവനുമാണ് പ്രതിക്കൂട്ടിലാകുന്നത്. അത് സ്വാഭാവികമല്ലേ? അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തുന്ന ആളുകളും യഹിയ സിൻവാറിനെയും ഇസ്മായിൽ ഹനിയെയും വലിയ രൂപത്തിൽ കൊണ്ടാടുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? അത് തന്നെയാ നമുക്ക് പറയാനുള്ളത്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നമ്മുടെ രാജ്യത്തെ ബാധിച്ചതായിരുന്നു. അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനും അവരോട് മൃദു സമീപനം സ്വീകരിക്കാനും നടക്കുന്ന മതവിശ്വാസികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളും അവരിൽ ഒരാളാണ്. അപ്പൊ ഒരാള് കാരണം ഞങ്ങളെ എല്ലാവരെയും പറയുന്നേ എന്ന് പറയരുത്. ഇന്ത്യക്കാര് ലോകത്തിന്റെ ഏത് കോണിൽ പോയി എന്ത് ചെയ്താലും അത് മുഴുവൻ ഇന്ത്യക്കാരെയും ബാധിക്കില്ലേ? സ്വാഭാവികമല്ലേ അത്? അപ്പൊ തീവ്രവാദികൾ മതത്തിനു വേണ്ടി ത്യാഗം സഹിച്ചവരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്ത മൊത്ത കച്ചവടക്കാരാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് നിങ്ങൾ തന്നെ അനുഭവിക്കണം. അവർക്ക് വീരപരിവേഷം നൽകി, അവർക്ക് താരാരാധന നൽകുമ്പോൾ, വീരാരാധന അവരോട് വെച്ച് പുലർത്തുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുന്ന ആളുകളെ വർഗീയവാദികളാക്കിയും സംഘികളാക്കിയും ഇസ്ലാമോഫോബിക് ആക്കിയും ഒക്കെ
നിങ്ങൾ ചില ഉമ്മാക്കികൾ കാണിച്ച് പേടിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ അതൊക്കെ അങ്ങ് നിർത്തുമെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. ഇല്ല, എന്താണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഭാരിച്ച ബാധ്യതയില്ലേ? നെഹ്റുവിന്റെ മുഴുവൻ ശ്രദ്ധയും മുസ്ലിം സംരക്ഷണത്തിലായിരുന്നില്ലേ? ഗാന്ധിയുടെ മുഴുവൻ ടെൻഷനും മുസ്ലിങ്ങളെ കുറിച്ചായിരുന്നില്ലേ? പട്ടികജാതി, പട്ടികവർഗ ഈ വിഭാഗങ്ങളോടായിരുന്നോ അവരെ എന്തെങ്കിലും രൂപത്തിൽ ദീനാനുകമ്പ കാണിച്ചിരുന്നത്? മുസ്ലിങ്ങൾ മാത്രമാണ് സംരക്ഷണം അർഹിക്കുന്നത് എന്ന തോതിലായിരുന്നില്ലേ അവർ ഈ രാജ്യത്തെ ഭരിച്ചു മുട്ടിച്ചത്? ഡോക്ടർ അംബേദ്കർ 1951 ഒക്ടോബർ 10 മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇവരുടെ മുസ്ലിം പ്രീണനവും പട്ടികജാതി പട്ടികവർഗങ്ങളോടുള്ള ഇവരുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങളും. നെഹ്റുവിന്റെ മുസ്ലിം പ്രീണനത്തെ ശക്തമായി തുറന്നു കാണിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഡോക്ടർ അംബേദ്കർ അവിടെ കാഴ്ചവെച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടുമുള്ള നെഹ്റുവിന്റെ അവഗണന അംബേദ്കറുടെ പ്രതിഷേധത്തിനും രാജിക്കും കാരണമായി. അംബേദ്കർ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. നെഹ്റുവിന്റെ അംബേദ്കറോടുള്ള അവഗണന ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗം. 1956 അംബേദ്കർ അന്തരിച്ച സമയത്ത് തന്റെ സഹപ്രവർത്തകനായിരുന്നിട്ട് പോലും നെഹ്റു അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയില്ല എന്നതും ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ടാണ് എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കിയത്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് തീവ്രവാദവും ഭീകരവാദവും വളർന്നു പടർന്നു പന്തലിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയുന്ന അധികം ആളുകളും അത് തുറന്നു പറയാൻ തയ്യാറാകില്ല. സംഘി ചാപ്പയാണ് കുത്തുന്നതെങ്കിൽ ധൈര്യമായിട്ട് 1 or 9 തവണ നിങ്ങളത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും സംഘികൾ അതെ തീവ്രവാദികളല്ലല്ലോ, ലോകത്തിന് മുഴുവനും വിപത്തല്ലല്ലോ സംഘികൾ. സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ ലോകത്തിന്റെ ഒരു രാജ്യത്തും കയറി പോയിട്ടില്ലല്ലോ സംഘികൾ. പോയിട്ടുണ്ടോ? സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ബലി കൊടുക്കാൻ തയ്യാറായിട്ടില്ലല്ലോ സംഘികൾ. മുഴുത്ത മാറിടമുള്ള പെണ്ണുങ്ങൾക്കു വേണ്ടി, കള്ളിനു വേണ്ടി, പെണ്ണിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ സംഘികൾ. രാജ്യത്തെ ഒറ്റുകൊടുത്തിട്ടില്ലല്ലോ സംഘികൾ. സ്വർഗത്തിനു വേണ്ടി എനിക്ക് 5 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 5 പേരെയും ഞാൻ ചിതറിത്തെറിപ്പിക്കാൻ വിടുമായിരുന്നു എന്ന് സംഘികൾ പറയില്ലല്ലോ. 2 മക്കൾ പൊട്ടിത്തെറിച്ച ഒരു മലരൻ വന്നു നിന്ന് പറയുക, ഒരു പണ്ഡിതൻ 2 കോടി കിട്ടി, 5 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 5 കോടി കിട്ടിയനേന്ന്. ഇവനൊക്കെയാണ് തന്ത. ഈ തീവ്രവാദികളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവർ നമുക്കിടയിലുണ്ട്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇവരെ തിരിച്ചറിയുന്നത്. ഇപ്പോ പഹൽഗാം ഭീകരാക്രമണം വന്ന സമയത്തു മാത്രമാണ് നമ്മൾ ഒരു മുജീബ് റഹ്മാനെ തിരിച്ചറിയുന്നത്. രാഘവനാണ് എന്ന പേരിൽ കൊച്ചിയിലെ സൈനിക ക്യാമ്പിലേക്ക് വിളിച്ച് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ കാശ്മീര് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ് അക്ഷരത്തെറ്റോടുകൂടി നല്ല തന്തയ്ക്ക് പിറക്കാത്ത മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ രാജ്യത്തിനെതിരെ കമന്റ് ഇട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഈ രാജ്യത്തിന്റെ അകത്ത് തന്നെയാണെന്ന്. നമ്മൾ തൊള്ളകീറി വിളിച്ചു പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചില്ല. സ്വന്തം അനുഭവത്തിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, അല്ല ഇവര് ജീവൻ പണയം വെച്ച് പറയുന്നതൊക്കെ ശരിയല്ലേ എന്ന്. ഞാനത് പറയാൻ എന്താണ് കാരണം?